എണ്ണം അത് 12 തന്നെയാണ് എന്ന് ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തന്നെ അള്ളാന്റെ ഗ്രന്ഥത്തിൽ റെക്കോർഡിൽ മാസങ്ങൾ 12 തന്നെയാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും. ആ 12 മാസത്തിൽ 4 എണ്ണം പവിത്രമാണ്. അതെത്ര ചൊവ്വായ മാർഗം അല്ലെങ്കിൽ ചൊവ്വായ മതം. അതുകൊണ്ട് ആ മാസത്തെക്കുറിച്ച് പിന്നെ എങ്ങനെ പറയാം? ആ മാസത്തിൽ നിങ്ങൾ പരസ്പരം ആക്രമിക്കരുത്, യുദ്ധം ചെയ്യരുത്, അതേപോലെ തന്നെ അവരിങ്ങോട്ട് ആക്രമിക്കാൻ വന്നാലല്ലാതെ അങ്ങോട്ട് ആക്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ മാസത്തിന്റെ പവിത്രത എങ്ങനെ എണ്ണി പറയണം ആ ഭാഗത്ത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുൽഹിജ്ജ മാസം എന്നുള്ളത് ഈ 4 എണ്ണത്തിൽ ഉൾപ്പെടുത്തി, പവിത്രമായ 4 മാസം. അതുകൊണ്ട് തന്നെ ആ മാസത്തിന്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്? ആ 4 ഖുർആൻ പറഞ്ഞ 4 മാസം ഏതാ? ഒന്ന് ദുൽഖഅദ, ഒന്ന് ദുൽഹിജ്ജ, ഒന്ന് മുഹറം, ഒന്ന് റജബ്. ഈ 4 മാസമാണ് ഖുർആൻ സൂറത്ത് തൗബയിൽ പറഞ്ഞ 4 മാസം. പിന്നെ പേരെടുത്ത് പറഞ്ഞ റമദാൻ മാസം. ഇതാണ് വിശുദ്ധ ഖുർആനിൽ. ഇത് മാസത്തെക്കുറിച്ച് അത് യുദ്ധം നിരോധിക്കപ്പെട്ട മാസമാണ്, അന്ന് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ നിയമങ്ങൾ വേറെ വരുന്നുണ്ട് ഈ 4 മാസത്തിൻ്റെ. എന്തായിരുന്നാലും വിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തിൽ അവതരിപ്പിച്ചു. റമദാൻ മാസത്തിൽ തന്നെ ലൈലത്തുൽ ഖദറിൽ വിശുദ്ധ ഖുർആൻ അവതരിച്ച രാത്രിക്ക് പ്രത്യേകമായ പുണ്യമുണ്ട്. അതേപോലെ തന്നെ മുഹറം മാസത്തിൽ 9ഉം 10ഉം അതിന് പ്രത്യേകമായ ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത്. അതേപോലെ തന്നെ ചില മാസങ്ങളും ദിവസങ്ങളൊക്കെ പവിത്രമായ പോലെ തന്നെ ചില സ്ഥലങ്ങളും പവിത്രമാണ്. ഇപ്പം നമുക്കറിയാം, മക്കയും മദീനയൊക്കെ വളരെ പവിത്രമാണ്. മക്ക എന്ന് പറഞ്ഞാൽ തന്നെ പവിത്രമാണ്, ആ രാജ്യം തന്നെ പവിത്രമാണ്. ആ മക്കയിൽ തന്നെ ഒരു ഏരിയ ഉണ്ട്, ഹറം എന്ന് പറയും. ഹറമിൻ്റെ ഏരിയ മക്കത്തേക്ക് പോകുമ്പോൾ, ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കാണാം, അവിടെ ഒരു കമാനം, ഒരു ഖുർആനൊക്കെ വെച്ചിട്ട് ഒരു കമാനം പോലെ കാണാം. അവിടെ മുതൽ ഹറമാണ്, പവിത്രമാണ്. അതിൻ്റെ മുമ്പ് തന്നെ ചെക്കിങ് ഉണ്ട്, മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ വഴിതിരിച്ചു വിടും. അങ്ങനെയൊക്കെയാണ് അവിടെ. മുസ്ലിങ്ങളല്ലാത്തവരെ ആ ഹറമിലേക്ക് പ്രവേശനമല്ല. അപ്പോൾ ഇപ്പം മസ്ജിദുൽ ഹറാം നിലകൊള്ളുന്നതിൻ്റെ ഒരുപാട് കിലോമീറ്ററുകൾ ദൂരെ ഒരു അതിരുണ്ട്. ആ അതിരിട്ടത് ആരാന്നറിയും? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അത് ഏതെങ്കിലും ഗവൺമെൻറ്റോ ഒന്നുമല്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടാണ് റസൂലിനോട് പറഞ്ഞത് ഇന്ന ഏരിയകളൊക്കെ ഇത് ഹറമാണെന്ന്. ആ ഏരിയയുടെ ഉള്ളിലേക്ക് മസീഹ് ദജ്ജാൽ പ്രവേശിക്കില്ല എന്നാണ്. ഉംറക്ക് പോയ ആൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ ഒരു ഖുർആൻ പ്രസ് ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടാവും. ഖുർആൻ ഫ്രീ കൊടുക്കുന്ന പ്രസ്. അതിൻ്റെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഒരു കുന്ന് കാണാം, ഒരു കൊട്ടാരം പോലെ ഒരു മല കാണാം. ആ മലയുടെ മുകളിൽ അവിടെ എന്തോ ഡിഫൻസിൻ്റെ എന്തൊക്കെ ഓഫീസാണ്. അതാണ് ഒരു ബൗണ്ടറി. അതുവരെ മസ്ജിദ് ദജ്ജാൽ വരുള്ളൂ, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. അങ്ങനെ 4 പുറവും ചില ഏരിയകൾ തിരിച്ചിട്ടുണ്ട്. അതാണ് ഹറം എന്ന് പറയുന്നത്. മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ഹറം എന്ന് പറഞ്ഞാൽ പവിത്രമായ ബൗണ്ടറിയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക പുണ്യമുണ്ട്. അങ്ങനെ ആ ഹറമിൽ ഒന്നുകൂടി ഇങ്ങനെ ചെറുതായി വന്നാൽ പിന്നെ മസ്ജിദുൽ ഹറാമാണ്, കഅബയാണ്, അതിന് വേറെ പുണ്യമുണ്ട്. ഇതിനൊക്കെ പ്രത്യേകം പുണ്യങ്ങളുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക, അതേപോലെ മദീനക്കുണ്ട്. മദീന 2ാമത്തെ മസ്ജിദാണ്, മദീനത്തുർ റസൂലാണ്. മദീന എന്നല്ലായിരുന്നു അതിൻ്റെ പേര്, ചരിത്രം നമ്മൾ പഠിച്ചതാണല്ലോ. ആ രാജ്യത്തിൻ്റെ പട്ടണത്തിൻ്റെ പേര് മദീന എന്നല്ല, യസ്രിബ് എന്നായിരുന്നു. യസ്രിബ്, റസൂൽ വരുന്നവരെ. പിന്നെ എങ്ങനെ പേര് മാറിയത്? സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണം എന്ന് പറയുന്ന പോലെയല്ല. അവിടെ പേര് മാറിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീനത്തിലേക്ക് ഹിജ്റ പോയപ്പോൾ റസൂലിൻ്റെ പട്ടണമായി അത്. അങ്ങനെയാണ്, മദീനത്തുർ റസൂൽ എന്നാണ്. നമ്മൾ മദീന എന്ന് ഷോർട്ട് പറയുന്നെങ്കിലും മദീനത്തുർ റസൂൽ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പട്ടണം. പിന്നെ റസൂല് അധികം കഴിച്ചു കൂട്ടിയതൊക്കെ അവിടെയാണ്. അപ്പം അതുവരെ യസ്രിബായിരുന്നു. അവിടെ പ്രത്യേകതകളിലുണ്ട്, അവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. മസ്ജിദ് 2ാമത്തെ പള്ളി അവിടെയാണ്. മസ്ജിദുൽ ഖുബ അവിടെ ഉണ്ട്. ഒരു ഉംറ ചെയ്താൽ കിട്ടുന്ന കൂലി, അതിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം മസ്ജിദ് ഖുബയിലുണ്ട്. അപ്പോൾ ആ പള്ളിയുടെ പ്രത്യേകത മറ്റു പള്ളിയിലേക്കാൾ ഉണ്ടല്ലോ. മസ്ജിദുൽ നബവിയിൽ അതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. 10,000 റക്അത്ത് നിസ്കരിച്ച കൂലി കിട്ടും മസ്ജിദുൻ നബവിയിൽ.
മസ്ജിദ് നബവി തന്നെ ഒന്നുകൂടി നിങ്ങൾ ഉള്ളിലേക്ക് വന്ന് നോക്കി, അവിടെ റൗളുണ്ട്. എന്താ റൗള എന്ന് പറഞ്ഞാൽ? ഖബറല്ല. റൗള പറഞ്ഞ ഖബറല്ല. അത് നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഒരു വിശ്വാസമാണ്. റൗള എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിൽ ഈ പച്ചപ്പതപ്പൊക്കെ ഇട്ട ഒരു ചന്ദനത്തിനെ കത്തിച്ച് ലൈറ്റൊക്കെ ഇട്ടൊരു വസ്തുവാണ് റൗള എന്ന് അവരുടെ വിചാരം. അല്ല, റൗള എന്ന് പറഞ്ഞാൽ മാ ബൈന ബൈത്തി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അല്ലാഹു റസൂൽ പറഞ്ഞത് മാ ബൈന ബൈത്തി, എൻ്റെ വീടിൻ്റെയും മാ ബൈന മിംബരി, എൻ്റെ മിംബറിൻ്റെയും ഇടയിലുള്ള സ്ഥലം, അതാണ് റൗള. അത് റൗളത്തും റിയാദിൽ ജന്ന, അത് സ്വർഗത്തിലെ തോട്ടങ്ങളിലെ ഒരു തോട്ടമാണ്. അപ്പൊ അവിടെ 2 റക്അത്ത് നിസ്കാരമുണ്ട്. ആ നിസ്കാരത്തിന് എത്ര കൂലി പറഞ്ഞിട്ടില്ല. അവിടെ 2 റക്അത്ത് നിസ്കാരമുണ്ട്. മസ്ജിദുൽ നബവിയിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ 10,000 റക്അത്ത് നിസ്കരിച്ച കൂലി. മസ്ജിദുൽ ഹറാമിലോ 1,00,000. ഈ മസ്ജിദുൽ നബവിയിലെ തന്നെ റൗളയിൽ വെച്ച് നിസ്കരിച്ചാലോ എത്ര അറിയില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കറിയില്ല, എത്രയോ ആയിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഓരോ സ്ഥലത്തിലും ഓരോ ഭാഗത്തിന് പ്രത്യേകം പുണ്യങ്ങളുണ്ട്. മാസത്തിനും ദിവസത്തിനും ഉള്ള പോലെ തന്നെ. അപ്പം അതുകൊണ്ട് ഓരോ ഭാഗത്ത് ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് മക്കയും മദീനൊന്നും, മക്കയും കഅബയൊന്നും ഒരു ചുക്കുമല്ല, അത് വെറും കല്ലും മണ്ണുമാണ്. മക്കയൊക്കെ ഇങ്ങോട്ട് വരും, മലപ്പുറം ജില്ലയിലെ പിന്നെ നമ്മുടെ എവിടെ മൂത്തേർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങോട്ട് വരും. പിന്നെ എനിക്കൊന്ന് അങ്ങോട്ട് പോകാൻ ചില ആളുകൾ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവിടുത്തെ ഭരണാധികാരികളെയും അവിടുത്തെ നിയമവ്യവസ്ഥയൊക്കെ പുളിച്ച് തെറി പറഞ്ഞത് കൊണ്ട് അവിടെ എത്തി അറസ്റ്റ് ചെയ്യും, സംശയമൊന്നുമില്ല. അയാൾ പറഞ്ഞ ഇന്ന അവിടെ എത്തിയ കൊല്ലൊന്നുമില്ല, അവിടെ അറസ്റ്റ് ചെയ്യില്ല, പിന്നെ വെളിച്ചം കാണൂല. കാരണം എന്താ? വെറുതെ അല്ല, അത്രയും മോശപ്പെട്ട് സൗദി അറേബ്യയിലെ ചരിത്രത്തിൽ അവർ കൊള്ളക്കാരാണ്. അവര് മുഹമ്മദ് അബ്ദുൽ വഹാബും ഇബ്നു തൈമിയൊക്കെ പാട് അവിടെ കൊള്ളയടിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു പറഞ്ഞിട്ട് ഓറിയന്റലിസ്റ്റുകളുടെ പുസ്തകം വായിച്ചിട്ട് ആളുകളെ വികാരം വിളക്കി വിട്ടു. ആരോ അത് എന്ത് ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് കൊടുത്തു. ഇതാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇനി അയാൾക്കവിടെ പോകാൻ കഴിയില്ല, അയാൾക്കറിയാം. അപ്പൊ ഇതിനുള്ള മാർഗം എന്താ? ഇനി ഈ കഅബ, മക്കയും മദീനൊക്കെ ഞാൻ മരിച്ച അങ്ങോട്ട് വരും എന്ന വിശ്വാസം, അത് അയാൾ വിശ്വസിച്ചോട്ടെ, അയാളുടെ വിശ്വാസമാണ്. പക്ഷെ അതിനേക്കാൾ അപകടകരമായ വിശ്വാസം എന്താ? ഒന്നുമല്ല, അത് വെറും കല്ലും മണ്ണും മാത്രം എന്നല്ലാതെ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ആളുകൾ എത്തിപ്പെടുമ്പോൾ വിശ്വാസത്തിൻ്റെ ആ തകർച്ച എവിടെ വരെ എത്തിയതുള്ളത് നമ്മളാണ്. അപ്പൊ അതൊരു സഹോദരന്മാരെ, മക്ക, മദീന, മസ്ജിദുൽ ഹറാം, റൗള, അതേപോലെ തന്നെ പിന്നെ മഖാമു ഇബ്രാഹിം, അവിടെയൊക്കെ പ്രത്യേകം സ്ഥലങ്ങളാണ്. ആ സ്ഥലത്തിൽ പ്രത്യേകം കൂലിയുണ്ട്. മഖാമു ഇബ്രാഹിമിൽ തവാഫ് കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കാരമുണ്ട്. അവിടുത്തെ കൂലി എത്ര പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തിനും പ്രത്യേകം പുണ്യവും കൂലിയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ചില വ്യക്തികൾക്കില്ലേ സ്ഥലത്തിനുള്ള പോലെ, സമയത്തിനുള്ളത് പോലെ വ്യക്തികൾക്ക് കൂലിയില്ലേ? എല്ലാ മനുഷ്യരും ഒരേപോലെയാണോ? അല്ല. സാധാരണ മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ മുസ്ലിമിനും മുഅ്മിനും തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. വിശുദ്ധ ഖുർആനിലുണ്ട്, ഖൂലു അസ്ലംന, ഞങ്ങൾ മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയണ്ട, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ഖുർആനിലുണ്ട്. അപ്പൊ മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാറ്റഗറി, മൊത്തത്തിൽ മുസ്ലിം പറയുമെങ്കിലും, പക്ഷെ മുഅ്മിൻ എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറിയാണ്. കുറച്ചുകൂടി ഈമാനും തഖ്വയൊക്കെ ഉള്ള ആളുകൾക്ക് അതിൽ തന്നെയുള്ള വേറൊരു കാറ്റഗറിയാണ് വലിയ ഔലിയ എന്ന് പറയുന്നത്. വലിയ അള്ളാഹിന്റെ വലിയ, അത് കുറച്ചുകൂടി അള്ളാഹിലേക്ക് അടുക്കണം. അതേപോലെ തന്നെ ശുഹദാക്കള്, രക്തസാക്ഷികള്, അവർക്ക് വേറെ പദവികളാണ്. അവർ സാധാരണ മരിച്ച ആളുകൾ, സാധാരണ ഒരാൾ മരിച്ച പോലെ അവരെ മരിച്ചു എന്ന് പറയാൻ തന്നെ പാടില്ല. അലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉ മിൻദ റബ്ബിഹിം. വിശുദ്ധ ഖുർആൻ. അള്ളാഹിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകളെ കുറിച്ച് നിങ്ങൾ സാധാരണ ആളുകൾ മരിച്ചു പോയ പോലെ പറയാൻ പാടില്ല. ബൽ അഹ്യാഉ മിൻദ റബ്ബിഹിം, എല്ലാവരും മരണശേഷം ജീവിച്ചിരിക്കണ തന്നെയാണ്. മരിച്ചാൽ പിന്നെ വീണ്ടും റൂഹ് കൊടുത്ത്, ജീവൻ കൊടുത്ത് ബർസഖിയ ലോകത്ത് ജീവിക്കും. പക്ഷേ അള്ളാഹിന്റെ ശുഹദാക്കള് അവർ പ്രത്യേകമായ ഒരു പദവിയിൽ അവർ ഭക്ഷണം നൽകിക്കൊണ്ട് അവർ ജീവിച്ചിരിക്കുന്നതാണ്. അപ്പൊ ശുഹദാക്കൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്, ഔലിയാക്കൾക്ക് വേറൊരു പ്രത്യേകതകളുണ്ട്. ഇനിയോ തീർന്നിട്ടില്ല. ഇനിയോ ഈ
മനുഷ്യന്മാർ ഔലിയാക്കളിലും ശുഹദാക്കളിലും പെട്ട കുറച്ച് കാറ്റഗറി കൂടുതലുള്ള ആളുകളുണ്ട്. അതാരാണ്? 4 ഖലീഫമാര്, അല്ല, ഒന്ന് താബികള്, സഹാബികള്, അവർക്കൊക്കെ കുറച്ചുകൂടി പദവികൾ കൂടും. താബി പറഞ്ഞ താബീനെ കണ്ട ആളുകള്, താബി പറഞ്ഞാര സഹാബികളെ കണ്ട് മുസ്ലിമായ ആളുകള്, സഹാബി പറഞ്ഞാര റസൂലിനെ കണ്ട് മുസ്ലിമായി ജീവിച്ച് മരിച്ചവര്. അപ്പൊ താബികള്, സഹാബത്ത്, ഇവർക്കൊക്കെ പ്രത്യേകം പദവികളുണ്ട്. സഹാബികളിൽ വെച്ച് 4 ആൾക്ക് 10 ആൾക്ക് പ്രത്യേക പദവി ഉണ്ട്, ഇല്ലേ? ഓരോരുത്തർക്കും പദവിയുണ്ട്, പ്രത്യേകം പദവികൾ ഓരോരുത്തർക്കുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട 4 സ്ഥാനമുള്ള പദവികൾ അതാരാ നമുക്കറിയാലോ? അൽ ഖുലഫാ ഉൽ അർബഅ, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹു. ഈ 4 ആൾക്കും പ്രത്യേക പദവികളുണ്ട്. ഇനിയോ ഈ 4 ആൾക്ക് ഒരേ പദവിയാണോ? അല്ല. അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ ഒരു തട്ടിലും, റസൂൽ പറഞ്ഞതാണ്, അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ ഒരു തട്ടിലും മറ്റുള്ളവരുടെ ഈമാൻ വേറൊരു തട്ടിലും വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ തട്ടാണ് തൂങ്ങിക്കിടക്കുക ഈമാൻ. അപ്പൊ അതിൽ ഏറ്റവും ടോപ്പ് അബൂബക്കർ സിദ്ദീഖ്. ഇനിയോ തീർന്നിട്ടില്ല, മനുഷ്യന്മാരുടെ അവസ്ഥ പറഞ്ഞു. ഇനി അമ്പിയാക്കൾ വേറൊരു കാറ്റഗറിയില, ലക്ഷക്കണക്കിന് അമ്പിയാക്കള്. അതിൽ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ 25 അമ്പിയാക്കള്. ആ 25-ൽ ഉലുൽ അസ്മുകളായ 5 നബിമാര്, നല്ല മനക്കരുത്തുള്ള സ്ട്രോങ് ഉള്ള, ഉലുൽ അസ്മ നല്ല സ്ട്രോങ് എന്നർത്ഥം, സ്ട്രോങ് ഉള്ള കരുത്തുള്ള 5 നബിമാര്. ആ 5 എണ്ണത്തിൽ അഫ്ളലുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു സാധാ മനുഷ്യരിൽ നിന്ന് തുടങ്ങി അള്ളാന്റെ റസൂൽ വരെ എത്തിയപ്പോൾ എത്ര കാറ്റഗറി ഉണ്ട്. ഈ കാറ്റഗറി ഒക്കെ പരലോകത്ത് സ്വർഗത്തിലും ആ കാറ്റഗറി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും പ്രത്യേകത കൽപ്പിച്ച ഇസ്ലാം, മാസങ്ങൾക്ക് പ്രത്യേകത കൽപ്പിച്ച പോലെ ഈ ദുൽഹിജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾക്കും പ്രത്യേകത കൽപ്പിച്ചു. ആ ദിവസങ്ങൾ ഇപ്പൊ പള്ളികളെ സംബന്ധിച്ച് പറഞ്ഞു നോക്കുകള്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, നാടുകളിൽ വെച്ച്, രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലം അള്ളാന്റെ പള്ളികളാണ്. അള്ളാന്റെ പള്ളികൾക്ക് ഒരു സ്ഥാനമുണ്ട്. വ അബ്ഗളുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, എന്ന നാടുകളിൽ വെച്ച് അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യപ്പെട്ട സ്ഥലം, ഇഷ്ടമില്ലാത്ത സ്ഥലം അസ്വാഖുഹ, സൂക്കുകളാണ്, ചന്തകളാണ്, സൂപ്പർ മാർക്കറ്റുകളാണ്, അങ്ങനെയൊക്കെ അർത്ഥം പറയാം. അവിടെയാണ് പിശാച് കൂടുതൽ വ്യവഹരിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്നു, വൽ ഫജ്ർ, പ്രഭാതം തന്നെ സത്യം. ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതം അല്ല ശരിക്കട്ടോ. ഫജ്ർ എന്ന് പറഞ്ഞാൽ സുബഹിന്റെ മുമ്പുള്ള സമയത്തിനാണ് ഫജ്ർ, സുബഹിന്റെ മുമ്പുള്ളത്. ആ സമയം തന്നെ സത്യം. വലയാലിൻ അശർ, 10 രാത്രികളെ തന്നെയാണ് സത്യം. അപ്പൊ സത്യം ചെയ്ത് പറയണം അള്ളാഹു 10 രാത്രി. ഈ 10 രാത്രി എന്താണ്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അൽ മുറാദ് ബിഹാ അശ്റദിൽ ഹിജ്ജ, ഇതുകൊണ്ട് ഉദ്ദേശം ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസമാകുന്നു. ഇബ്നു അബ്ബാസ്, ഇബ്നു സുബൈർ, മുജാഹിദ് വഗൈറുഹും സഹാബിമാരുടെ പേരുകളാണ്. ഇവരൊക്കെ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഇവരൊക്കെ ഈ ദിവസത്തിന്റെ ഉദ്ദേശം ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസമാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത? ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണ്? ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഫ്ളലു അയ്യാമിദ് ദുനിയാ, ദുനിയാവിലെ ഈ ലോകത്തെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അയ്യാമുൽ അശർ, ഈ 10 ദിവസമാകുന്നു. ഈ ദിവസത്തിന് അത്രമാത്രം ശ്രേഷ്ഠതകളുണ്ട്. എന്തുകൊണ്ടാണ് ശ്രേഷ്ഠത? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മൽ അമലു ഫീ അയ്യാമിൽ അശർ, ഈ 10 ദിവസങ്ങളിലെ അമലുകള്, പ്രവർത്തനങ്ങള്, അഫ്ളലു മിനൽ അയ്യാമി ഫീ അൽ അമല ഫീ ഹാദിഹി, അതേപോലെ തന്നെ ഈ 10 ദിവസങ്ങളിലെ ദിവസത്തിന്റെ അത്ര തന്നെ ശ്രേഷ്ഠത മറ്റു ദിവസത്തെ അമലുകൾക്ക് വരികയില്ല. ഖാലു, സഹാബികൾ ചോദിച്ചു, വലൽ ജിഹാദ് യാ റസൂലല്ലാഹ്, ഇന്നത്തെ ഖുതുബയിൽ കേട്ട ഒരു ഹദീസായിരിക്കും, വലൽ ജിഹാദ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ
ജിഹാദ് ചെയ്താലോ, അള്ളാന്റെ മാർഗത്തിൽ സമരം ചെയ്താലോ, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്താലോ അതും ഈ ദിവസത്തേക്കാൾ കൂലി കിട്ടുമോ, അമലിനേക്കാൾ? സഹാബികൾ ചോദിച്ചതാണ്. റസൂല് പറഞ്ഞു വലൽ ജിഹാദു, ആ ജിഹാദും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ജിഹാദിന് പോലും ഈ ദിവസത്തെ അത്ര പ്രതിഫലമില്ല. പക്ഷെ അവിടെ ഒരു നിബന്ധന പറഞ്ഞു, ആ ജിഹാദ് പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ? ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ. എന്ന ഒരാൾ ജിഹാദിന് പോയി, അയാൾ ആത്മാർത്ഥമായ നീയത്തോടുകൂടി സ്വന്തം ശരീരവും മനസ്സും സമ്പത്തുമൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ച് ജിഹാദിന് പുറപ്പെട്ടു. പക്ഷേ ഒന്നും തിരിച്ചു കൊണ്ടുവരാതെ, ശരീരമോ സമ്പത്തോ ഒന്നും തിരിച്ചു കൊണ്ടുവരാതെ അയാൾ രക്തസാക്ഷിയായി എന്ന് വിചാരിക്കുക, ഷഹീദായി എന്ന് വിചാരിക്കുക, അയാൾക്ക് വേറെ കൂലിയുണ്ട്, ഇതിനേക്കാളുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞു. അതല്ലാത്ത രീതിയിൽ ഒരാൾ ജിഹാദിനോ ധർമ്മസമരത്തിനോ അതല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിന് പോയാലും അതിനേക്കാളൊക്കെ കൂലി ഈ ദിവസത്തെ പ്രത്യേകത ഉണ്ട്. ഷഹീദിന് കിട്ടുന്ന പ്രതിഫലം ഒഴിച്ച് അതിന് വേറെ കൂലിയാണ്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഹദീസുകൾ കാണാം. അതേപോലെ തന്നെ ഈ ദിവസത്തിന്റെ പ്രത്യേകത വിശദീകരിച്ച കൂട്ടത്തിൽ കാണാം ചില ഹദീസുകളുടെ വിശദീകരണത്തിൽ മുഹദ്ദിസുകളായ ആളുകൾ പറയാണ്. എന്താ പറഞ്ഞത്? ഇന്ന അയ്യാമ അശ്റദിൽ ഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങള്, അത് മിൻ അയ്യാമിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 ദിവസത്തെ പകലിനേക്കാൾ ശ്രേഷ്ഠതമാകുന്നു. അവസാനത്തെ 10 റമളാനിലെ നമുക്കറിയാലോ വലിയ ശ്രേഷ്ഠതയുള്ള 10ആണ്. ആ റമളാനിലെ പകല് മാത്രം ശ്രേഷ്ഠത ഒരു ഭാഗത്തും, അതേപോലെ തന്നെ ദുൽഹിജ്ജ 10ന്റെ പ്രത്യേകത ഒരു ഭാഗത്തും വെച്ചാൽ ശ്രേഷ്ഠത കൂടുന്നത് ദുൽഹിജ്ജ മാസത്തിന്റെ 10നാണ്. ആലോചിച്ച് നോക്കി, ആ മാസത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അത്രമാത്രം പ്രത്യേകതകളുണ്ട്. തീർന്നില്ല. റസൂൽ പറയാണ് വലയാലിൽ അശ്റ മിൻ റമളാന, എന്ന റമളാനിലെ അവസാനത്തെ 10ന്റെ രാത്രി ഉണ്ടല്ലോ, റമളാനിലെ അവസാനത്തെ 10ന്റെ രാത്രി, അത് അഫ്ളലു മിൻ ലയാലിൽ അശ്റ മിനൽ ഹിജ്ജ, അത് ഈ ദുൽഹിജ്ജ മാസത്തിലെ 10ലെ രാത്രികളേക്കാൾ ശ്രേഷ്ഠം അത് തന്നെയാണ്. കാരണം അറിയാലോ നമുക്ക് ലൈലത്തുൽ ഖദർ ഉള്ളതുകൊണ്ട്. അപ്പൊ ആ പകല്, ഈ ദിവസത്തെ പകലിന് റമളാനിന്റെ അവസാനത്തെ 10ന്റെ പകലിനേക്കാൾ ശ്രേഷ്ഠമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഊഹിച്ചാൽ മതി എന്താണ് അതിന്റെ ഗൗരവം എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകത വന്നത്? വല്ലദീ യദ്ഹറു അന്ന സബബ ഫീ ഇംതിയാസ് അശ്റ ദിൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിന്റെ പ്രത്യേകതക്കുള്ള കാരണം വെളിവാകുന്നത് ലിമഖാനി ഇസ്തിമായി ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി, പ്രധാനപ്പെട്ട ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളൊക്കെ ഈ ദിവസത്തിലുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമിലെ ഉമ്മഹാത്തുൽ ഇബാദത്തുണ്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ആരാധനകൾ ഇസ്ലാം കാര്യം എന്നൊക്കെ നമ്മൾ പറയല്ലോ, ആ മെയിൻ ആരാധനകളൊക്കെ ഈ ദിവസത്തിൽ വന്നു എന്നുള്ളതാണ്. വഹിയസ്സലാത്ത്, നിസ്കാരത്തിൽ വന്നല്ലോ ഈ 10 ദിവസം എന്തായാലും ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ വസിയാം, നോമ്പതിലുണ്ട്, ഈ ദിവസത്തിൽ നോമ്പുണ്ട്, അറഫയിൽ നോമ്പുണ്ട്. അതേപോലെ തന്നെ അറഫ അല്ലാത്ത മറ്റു ദിവസങ്ങളിലും നോമ്പുണ്ട്, സുന്നത്തായ നോമ്പുകളുണ്ട്. വസ്സദഖ, സദഖയുണ്ട്. വൽ ഹജ്ജു, ഹജ്ജ് ദിവസങ്ങളിലാണ്. അതേപോലെ തന്നെ വന്നഹ്റു, ബലി, ഹജ്ജുമായി ബന്ധപ്പെട്ട ബലി ഈ മാസത്തിൽ ഈ 10 ദിവസത്തിലാണ്. അറഫ ഈ 10 ദിവസമാണ്. മുസ്ദലിഫ ഈ 10 ദിവസത്തിലാണ്. അതേപോലെ മിനായിലെ രാപ്പാർക്കല്. ഇങ്ങനെ പ്രധാനപ്പെട്ട ആരാധകനൊക്കെ ഉൾക്കൊള്ളുന്ന 10 ദിവസമായത് കൊണ്ടാണ് ഈ ദിവസത്തിന് പ്രത്യേകത വന്നത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. ദുൽഹിജ്ജ മാസത്തിലെ വെള്ളിയാഴ്ചക്ക് മറ്റു മാസങ്ങളിലെ അല്ല ഈ 10 ദിവസത്തെ വെള്ളിയാഴ്ചക്ക് മറ്റ് വെള്ളിയാഴ്ചകളേക്കാൾ പ്രത്യേകതയുണ്ട്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിക്ക് ട്രാൻസ്ലേഷൻ എഴുതിയ ആളാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയാണ് യൗമുൽ ജുമാഅത്തി ഫി അശ്രി ദിൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസത്തെ വെള്ളിയാഴ്ച ദിവസം.
അഫ്ളലു മിൻ ജുമുഅത്തി ഫീ ഗൈരിഹി, മറ്റു ജുമുകളേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ ഈ ഇതിലെ വെള്ളിയാഴ്ചക്ക് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെ എണ്ണി പറയുന്ന കൂട്ടത്തിൽ നമ്മൾ സലഫുകളായ ആളുകൾ എന്ന് പറഞ്ഞാൽ, സലഫുകൾ പറഞ്ഞാൽ മുൻകഴിഞ്ഞ ആളുകൾ, ആദ്യകാലത്തുള്ള പണ്ഡിതന്മാർ, ഇസ്ലാമിക കാര്യങ്ങൾ കൃത്യമായും സഹാബികളിൽ നിന്നും താബികളിൽ നിന്നും കൃത്യമായി പഠിച്ച ആളുകൾ, അവര് കൂട്ടത്തിൽപ്പെട്ട സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ ജുബൈർ താബികളാണത്. താബിയാണ്. താബി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, സഹാബിയെ കണ്ട് ജീവിച്ച് മുസ്ലിമായ ആൾക്കാണ് താബി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 നൂറ്റാണ്ടിലുള്ള ആളുകൾ. ആ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയണം, അദ്ദേഹം ആയിരുന്നു ഇദാ ദഖല അയ്യാമുൽ അശ്ർ, ആ റമളാനിലെ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസത്തിൽ പ്രവേശിച്ചാൽ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദ, അദ്ദേഹം ഒന്ന് കഠിനമായി പരിശ്രമിക്കുമായിരുന്നു ഈ 10 ദിവസം. അങ്ങനെ അതിന് ഇനി എനിക്ക് കഴിയില്ല എന്ന് തോന്നുമാറ് അദ്ദേഹം ഇജ്തിഹാദ് ചെയ്യുന്നു, പരിശ്രമിക്കും. ഇനി എനിക്ക് കഴിയില്ല, മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുമാറ് അദ്ദേഹം ഇബാദത്തുകളിൽ സജീവമായിരുന്നു. ഇബ്നുൽ മുഫ്ലിഹ് റഹ്മഹുല്ലാഹ് പറയാണ്, വഅയ്യാമു അശ്റു ദിൽഹിജ്ജ കുല്ലുഹാ ശരീഫത്തും മുഫദ്ദല, ദുൽഹിജ്ജ മാസത്തിന്റെ 10 ദിവസം മുഴുവനും ശ്രേഷ്ഠമാണ്, മുഴുവനും ഉത്കൃഷ്ടമാണ്. യുളാഫുൽ അമലു ഫിഹാ, ആ ദിവസത്തെ അമലുകൾ ഇരട്ടിച്ച് അല്ലാഹു പ്രതിഫലം നൽകുന്നു. വയുസ്തഹബ്ബുൽ ഇജ്തിഹാദു ഫിൽ ഇബാദത്തി ഫീ, അതുകൊണ്ട് സത്യവിശ്വാസികളെ നമുക്കൊക്കെ വളരെ താല്പര്യത്തോടു കൂടി, വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് അധ്വാനിച്ചുകൊണ്ട് അതിലെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം എന്നൊക്കെ മുൻകാല പണ്ഡിതന്മാരും സലഫുകളും സഹാബികളും താബികളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു വിശ്വാസമാണ്. അതേപോലെ തന്നെ അസ്സലാത്തു, നിസ്കാരത്തെ കുറിച്ച് പറയാണ്, യുസ്തഹബ്ബു അത്തബ്കീറു ഇലൽ ഫറായിദി വൽ ഇക്സാറു മിനൻ നവാഫിലി ഫഇന്നഹാ മിൻ അഫ്ളൽ ഖുർബാത്ത്. ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണേ, ഫർദ് നമസ്കാരങ്ങളും സുന്നത്ത് നമസ്കാരങ്ങളും ധാരാളമായിട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ധാരാളമായി സുജൂദ് വർദ്ധിപ്പിക്കണേ. അതേപോലെ തന്നെ നോമ്പ് ഈ ധാരാളമായി നിങ്ങൾ ഈ ദിവസത്തിൽ കൊണ്ടുവരണേ. ദുൽഹിജ്ജ മാസം, അതായത് അറഫയുടെ നോമ്പ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അറഫയുടെ നോമ്പ് പ്രബലമായ സുന്നത്താണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിലെ നോമ്പിനെ കുറിച്ചാണ്. 1 മുതൽ 9 വരെയുള്ള നോമ്പിനെ കുറിച്ചാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധിക ദിവസങ്ങളിലും നോമ്പനുഷ്ഠിച്ചു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. 4 മദ്ഹബിന്റെ ഇമാമുകളും ഈ ദിവസത്തെ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നോക്കൂ. കാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു തിസ്അദിൽ ഹിജ്ജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ 9 ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അപ്പോൾ 9 ദിവസം നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താകുന്നു. അതേപോലെ തന്നെ ചില ആളുകൾ ഈ ഹദീസിന് ആ പറഞ്ഞതിന്റെ വിവക്ഷ ദുൽഹിജ്ജ 9-നാണ്, അതായത് അറഫ മാത്രമാണ് എന്നൊക്കെ വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിലും മറ്റു ഹദീസുകൾ വെച്ച് നോക്കുമ്പോൾ 1 മുതൽ 9 വരെ നോമ്പ് അനുഷ്ഠിക്കുന്നത് അത് സുന്നത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കുന്നു. അതേപോലെ നിസ്കാരം, നോമ്പ്, പിന്നെ നമ്മൾ ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത് തക്ബീറുകളാണ്. പെരുന്നാൾ ദിവസം, അയ്യാമുത്ത് തശ്രീഖിൻ്റെ അന്ന് പെരുന്നാളിൻ്റെ തലേ ദിവസം മുതലും അതേപോലെ തന്നെ തക്ബീറുകൾ ധാരാളമായി ചെല്ലുക. അതേപോലെ തന്നെ ഈ ഹജ്ജിന് പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തൽബിയത്ത് ചെല്ലുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ തക്ബീറുകൾ ധാരാളമായി ചെല്ലുക. ആ തക്ബീറുകൾ അത് നമസ്കാര ശേഷം നമുക്ക് ചെല്ലാം, അല്ലാത്ത സമയത്തും ചെല്ലാം, ഏത് സമയത്തും അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഉളുഹിയ്യത്ത്, ബലി അറുക്കുക എന്നുള്ളത്. ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ഞാൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉളുഹിയ്യത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ അറഫ നോമ്പ്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അറഫ നോമ്പിനെ കുറിച്ച് എന്താ പറഞ്ഞത്? സൗമു സലാസത്തിൻ മിൻ കുല്ലി ശഹരിൻ വ റമളാന ഇലാ റമളാന സൗമു ദഹരി വ സുഇല അൻ സൗമി യൗമി അറഫ ഫഖാല യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ. 2-3 നോമ്പിന്റെ കൂലി ഇവിടെ പറഞ്ഞു. ഒന്ന്, എല്ലാ മാസവും 3 ദിവസത്തെ നോമ്പ്, എല്ലാ മാസവും 3 ദിവസത്തെ നോമ്പ്, അതായത് 13, 14, 15. അതേപോലെ തന്നെ എല്ലാ റമദാനും
എല്ലാ റമദാനും. അതേപോലെ തന്നെ ഈ 2 നോമ്പും, ഈ പറഞ്ഞ 2 നോമ്പും സൗമുദ്ദഹിരി, ഒരു കൊല്ലത്തെ നോമ്പിൻ്റെ പ്രതിഫലമാണ് എന്ന് പറഞ്ഞാൽ ആ നോമ്പ് അനുഷ്ഠിച്ച ആ ദിവസത്തെ മാത്രമല്ല കൂലി കിട്ടുള്ളൂ, ഒരു കൊല്ലത്തെ കൂലി കിട്ടും. ഏത് 3 ദിവസത്തെ നോമ്പും റമദാനിലെ നോമ്പും എന്ന് പറഞ്ഞാൽ ഒരു റമദാൻ മുതൽ മറ്റേ റമദാൻ വരെ അതിൻ്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കും നോമ്പിൻ്റെ. ഇപ്പം കഴിഞ്ഞ റമദാനിൽ നമ്മൾ നട്ട് നോമ്പുണ്ടല്ലോ, ആ നോമ്പിൻ്റെ കൂലി ഇപ്പോഴും നമുക്ക് കിട്ടുന്ന പറഞ്ഞത് നമ്മുടെ നിയത്തനുസരിച്ച്. അന്നതാണ് സ്റ്റോപ്പ് ആവില്ല, പെരുന്നാളിൻ്റെ അന്ന് അതോടുകൂടി നിർത്തിയിട്ടില്ല, അതിൻ്റെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ അറഫ നോമ്പിനെ കുറിച്ച് റസൂലിനോട് ചോദിക്കപ്പെട്ടപ്പോൾ റസൂൽ പറഞ്ഞെന്താണെന്നറിയോ? യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ, 2 കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കുന്നു ഒരു ദിവസത്തെ നോമ്പിന്. യുകഫിറു സനതൽ മാദിയ, കഴിഞ്ഞ കൊല്ലത്തെയും, വൽ ബാഖിയ, വരാൻ പോകുന്ന അഡ്വാൻസ് ആയിട്ടും ശേഷമുള്ള 2 കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കുന്ന ഒരു നോമ്പാണ് അറഫ നോമ്പ് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞതിൽ നിന്ന്, വളരെ ചുരുക്കി പറഞ്ഞതിൽ നിന്നും നമ്മൾ ഈ ദിവസത്തെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ പരമാവധി നമ്മൾ ഇബാദത്തുകളിൽ സജീവമാവുക. ആ ദിവസത്തിൻ്റെ പുണ്യമറിഞ്ഞുകൊണ്ട്, മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഉലുഹിയത്തുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് എന്ന് 1-2 ആളുകൾ സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും അതൊരു ക്ലാസ് ആയിട്ട് തന്നെ പറയേണ്ടതാണ്. പക്ഷേ നമുക്ക് ഇനി സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഓടിച്ചു പോകുന്നുണ്ട്. ഉലുഹിയത്ത് പറഞ്ഞാൽ നമുക്കറിയാലോ, അവിടെ പിന്നെ മക്കയിൽ ഹാജിമാർ ചെയ്യുന്ന ആ കർമ്മത്തിൻ്റെ പകരമായിക്കൊണ്ട്, അല്ലെങ്കിൽ പകരം എന്നില്ലെങ്കിലും അതിനോടനുബന്ധിച്ച് നമ്മൾ നാട്ടിൽ ചെയ്യുന്ന ഒരു ബലി കർമ്മമാണല്ലോ ഉലുഹിയത്ത്. ഈദുൽ അദ്ഹ എന്നാണ് പറയാം. ശരിക്കും നമ്മൾ പറയാറില്ല, മലയാളത്തിലുള്ളൊരു പ്രയോഗമുണ്ട്. എന്താണ്? ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ. അത് ഒരർത്ഥത്തിൽ ശരിയാണെങ്കിലും വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും എന്നുള്ളൊരു വിവേചനമൊന്നും ഇസ്ലാം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇസ്ലാമിൽ അത് ബലി പെരുന്നാളാണ്. അതെങ്ങനെയോ വലിയ നായതാവും. ബലി പെരുന്നാളാണ്, അത് വലിയ പെരുന്നാളല്ല. വലിപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ 2-3 ദിവസം കൂടുതലുണ്ട്, ആ അർത്ഥത്തിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ശരിക്കും ബലി പെരുന്നാളാണ്. മറ്റത് ചെറിയ പെരുന്നാൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചെറിയ എന്നുള്ളൊരു പ്രയോഗം എവിടെയില്ല. ചെറിയ പെരുന്നാളൊന്നുമല്ല, നമുക്ക് ഒരു ദിവസമായതുകൊണ്ട് തോന്നിപ്പോകണത്. ശരി, അപ്പോൾ എന്താണ് ഉലുഹിയത്ത്, ബലി എന്ന് പറഞ്ഞാൽ? അതിന് എന്താ തെളിവ്? വിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. നമുക്കൊക്കെ ബൈഹാർട്ടുള്ള ഒരായത്ത്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നബിയെ നിങ്ങൾ നിസ്കരിക്കണം, റബ്ബിന് വേണ്ടി നിസ്കരിക്കണം. വൻഹർ, ബലിയെറുക്കണം. ഇപ്പൊ ബലിയെറുക്കാനുള്ള ആയത്ത് അതാണ്, വിശുദ്ധ ഖുർആനിലെ ആയത്ത് അതാണ് തെളിവ്. എന്താണ് ബലിയെറുക്കേണ്ടത്? എല്ലാവർക്കും അറിയണം. എന്നാലും ഞാനൊരു ഓർമ്മപ്പെടുത്തലാണ്. ആട്, മാട്, ഒട്ടകം. ആടാണെങ്കിൽ ഒരാൾക്ക് അതിൽ ഷെയർ കൂടാൻ പാടില്ല, ഒരാൾക്ക് 1. മാടോ ഒട്ടകമാണെങ്കിൽ 7 വരെ ആളുകൾക്ക് ഷെയർ കൂടാം. 7 വരെ എന്ന് പറഞ്ഞാൽ 7 ആളായിക്കോളണമെന്നില്ല, 2 ആൾക്ക് കൂടിയിട്ടും ഒരു മാടിനെ ഇറക്കാം. 3 ആവാം, 4 ആവാം, 7 വരെ, അതിലധികം പാടില്ല. അതാണ്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൻ വജദ സഅതൻ ഫലം യുളഹി വലാ യഖറബന്ന മുസല്ലാന. അല്ലാഹു റസൂലിന്റെ ഹദീസ്. ഒരാൾക്ക് ഒരു ബലി അറുക്കാനുള്ള കഴിവുണ്ടായിട്ട് അതിനുള്ള അവസ്ഥ വന്നു, അല്ലെങ്കിൽ ഒരു ഷെയർ കൂടാനുള്ള അവസ്ഥ വന്നു, എന്നിട്ട് അവൻ വലം യുളഹി, ബലി അറുത്തില്ല എങ്കിൽ ഫലാ യഖറബന്ന മുസല്ലാന, നമ്മുടെ നിസ്കാര സ്ഥലത്തേക്ക് അവൻ അടുക്കന്നെ വേണ്ടാന്ന് സുലു പറയാം. എത്ര അർത്ഥമുള്ളതാണത്? ബലിയെറുക്കാൻ കഴിവുണ്ടായിട്ട്, ഒരു ഷെയർ കൂടാൻ കഴിവുണ്ടായിട്ട് അതിൽ കൂടാത്ത ഒരുത്തൻ പിന്നെ ഇനി എന്തിനാ നിസ്കരിക്കാൻ വരുന്നേന്ന്? അതാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. പിന്നെ എന്തിനാ പെരുന്നാൾ നിസ്കാരത്തിനുണ്ട് വന്നത്? വരണ്ടാന്ന്. ഫലാ യഖറബന്ന മുസല്ലാന, അങ്ങനത്തെ പോലെ നമ്മുടെ നിസ്കാര സ്ഥലത്തേക്ക് വരണ്ട, പെരുന്നാൾ നിസ്കരിക്കാൻ വരണ്ടാന്ന്. അതിൻ്റെ ഗൗരവമാണ് കാണിക്കുന്നത്. ഇനി അപ്പോൾ ഒരാള്, മാട്, ഒട്ടകം 7 ആള് വരെ. ഇനി നമുക്കറിയാലോ, അത് നേർച്ച ചെയ്ത ആളുകൾ, നേർച്ച മീൻസ് അത് തീരുമാനിച്ച ആളുകൾ, ഉലുഹിയത്തിനൊരു ഷെയർ കൂടിയ ആളുകൾ, ഒരു മൃഗത്തെ അറുക്കാൻ തീരുമാനിച്ച ആളുകൾ, ദുൽഹിജ്ജ മാസം പിറന്നത് മുതൽ ഇത് അറുക്കുന്നത് വരെ ശരീരത്തിൽ നിന്ന് നഖം, മുടി, തൊലി നീക്കാൻ പാടില്ല.
അറിയാതെ പോകുന്നത് പോട്ടെ, മനഃപൂർവ്വം നീക്കാൻ പാടില്ല. അതൊരു തയ്യാറെടുപ്പ്, ഒരു വലിയ കർമ്മം ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പ് പോലുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ തീരുമാനിച്ച ആളുകൾ അത് ശ്രദ്ധിക്കണം. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. മറ്റൊന്ന്, ഈ വിഷയവുമായി ചില സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഒരു കുടുംബത്തിന് വേണ്ടി ഒരു ആടിനെ അറുക്കാം. കുടുംബത്തിൽ ഇപ്പോൾ ഞാനും എൻ്റെ ഫാമിലിക്ക് വേണ്ടി എനിക്ക് ഒരു ആടിനെ അറുക്കുക, ഞാനത് നിയ്യത്ത് ചെയ്യുക എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് എന്ന് പറയാം, വിരോധമല്ല. പക്ഷേ ആരാണോ ആ നിയ്യത്ത് ചെയ്തത്, ആരാണോ അതിലെ മെയിൻ ആള്, അയാളെ നിയമങ്ങൾ പാലിക്കേണ്ടുള്ളൂ. നഖം, മുടി, തൊലി കളയേണ്ടത് കുടുംബത്തിൽ എല്ലാവർക്കും അത് ബാധകമല്ല, അത് ആ ഒരാൾക്ക് മാത്രമേ ബാധകമുള്ളൂ. അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് ഷെയർ കൂടുമ്പോഴും ചെയ്യാം. അപ്പം ഞാനൊരു ഷെയറിൽ കൂടി, എത്ര 8,000 10,000 ഒക്കെയാണ് ഇപ്പോൾ നാട്ടിലെ ഷെയർ. അപ്പോൾ ഞാൻ ആ ദുൽഹിജ്ജ മാസം വന്നാൽ ഈ നിയമമൊക്കെ പാലിക്കണം, നഖം, മുടി, തൊലി കളയാൻ പാടില്ല. പക്ഷെ ഞാൻ മനസ്സിൽ കരുതി ഞാൻ എൻ്റെ കുട്ടികൾക്കും കുടുംബത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഇതിൽ ചേർന്നെന്ന് പറയുമ്പോൾ അങ്ങനെ ചേരാം, കൂലി അവർക്കും കിട്ടും. പക്ഷെ അവരെന്ത് ചെയ്യണ്ട, ഈ നിയമങ്ങൾ പാലിക്കേണ്ടതില്ല. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, ആടാണെങ്കിൽ 1 വയസ്സുള്ള ആടും മാടാണെങ്കിൽ 2 മിനിമം വേണമെന്ന്. 1 വയസ്സുള്ള ആട്, അത് ആടിലെ തന്നെ വ്യത്യാസങ്ങളുണ്ട്, കോലാട്, നെയ്യാട്, പിന്നെ അങ്ങനെ പല രൂപത്തിലുള്ള ആടുകളൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും മിനിമം 1 വയസ്സെങ്കിലും വേണം. അല്ലെങ്കിൽ മാടാണെങ്കിൽ അതിന് 2 വയസ്സെങ്കിലും വേണം. ഇതാണ്. ന്യൂനതകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ചെവി പോയത്, കണ്ണ് പോയത്, മുറിവുള്ളത്, മുടന്തുള്ളത്, മൊത്തത്തിൽ പിന്നെ ഒരു ഒറ്റ നോട്ടത്തിൽ അതിന് ബാഹ്യമായ നമ്മൾ എന്തെങ്കിലും ഒരു ന്യൂനത കണ്ടാൽ അതൊരു എന്ന് തോന്നുന്നതൊന്നും അറക്കാൻ പാടില്ല. ഏറ്റവും ഭംഗിയുള്ള, കണ്ടാൽ ഭംഗി തോന്നുന്ന നല്ല രീതിയിലുള്ള അതിനെ അറക്കാൻ, എങ്ങനെ അറക്കുക എന്ന് തോന്നുന്നുണ്ടാവുമല്ലോ ചിലതിനെ കണ്ടാൽ തന്നെ, എങ്ങനെയപ്പോൾ ഇതിനെ അറക്കുക എന്ന് തോന്നുന്ന അത്രയും ഭംഗിയുള്ളതായിരിക്കണം അറക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കോ 2 ആൾക്കോ അവർക്കൊക്കെ ഷെയർ കൂടാം. ഒരു കുടുംബത്തിൽ തന്നെ ഉള്ള വാപ്പാക്കോ മകനോ ഒക്കെ എന്ത് ചെയ്യാം, 2 ഷെയർ കൂടാം, 1 ഷെയർ കൂടാം. അവർക്ക് 2 ആൾക്കും വെവ്വേറെ വേണമെങ്കിൽ അറക്കാം, 2 ആടിനെ അറക്കാം, അതിനൊന്നും വിരോധമില്ല. പിന്നെ മറ്റൊരു കാര്യങ്ങൾ, നമ്മുടെ നാട്ടിലൊന്നും ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യം, നമ്മളാരും ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യം, അതായത് ഇപ്പം നമ്മളൊരു മഹല്ല വിചാരിച്ചത്, നമ്മുടെ നാട്ടിലൊരു മഹല്ലാണെങ്കിൽ നമ്മൾ ഈ സമയമാകുന്നതിന് മുമ്പ് നോട്ടീസിൽ, അതായത് ഉളുഹിയ്യത്തിന് താല്പര്യമുള്ളവർ പേര് കൊടുക്കണം, 8,000 രൂപ എന്ന് പറഞ്ഞ് നോട്ടീസ് ഒട്ടിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആളുകൾ ഇങ്ങനെ ഷെയർ ചേരും, എല്ലാവരും ചേരും. അങ്ങനെ ഒരു 10, 60, 70, 80, 100, 120 ആളൊക്കെ കൗൺസിൽ കൊടുത്ത് എല്ലാ കാശും വാങ്ങും. പിന്നെ എന്നിട്ട് ഏകദേശം ഈ പെരുന്നാളിൻ്റെ ഒരു 4 ദിവസം 5 ദിവസം മുമ്പ് ചന്തയിൽ പോയിട്ട് ഒരു 10 എണ്ണം അല്ലെങ്കിൽ ഒരു 8 എണ്ണം കൂടെ വാങ്ങും, ഈ പൈസ കൊടുക്കും. എന്നിട്ട് പിന്നെ അതിനറക്കും. എന്നിട്ട് അത് ബാക്കിയുണ്ടെങ്കിൽ പൈസ കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു പോകാം. അങ്ങനെയൊക്കെയല്ല നമ്മുടെ നാട്ടിൽ ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 7 ആൾ ഒരു ഷെയർ കൂടുന്നതാണെങ്കിൽ 6 ആളോ 5 ആളോ 2 ആളോ ആണ് ഒരു ഷെയറിൽ ഒരു മൃഗത്തെ കൂടുന്നുണ്ടെങ്കിൽ ആ 6 ആൾക്കും അറിയണം, ഞങ്ങൾ അറുക്കുന്ന മൃഗം ഒരു ഇന്നതാണ്, അതിന് ഇത്ര വരാന്നുള്ളത് വേറെ അറിയണം. അല്ലെങ്കിൽ ആ കണക്ക് ശരിയാവില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഒരാളുടെ അടുത്ത് നിന്ന് ഒരാളുടെ എണ്ണത്തിന് 50,000 വിലയെങ്കിൽ അടുത്ത വേറൊരാളുടേതിന് ചിലപ്പോൾ 45 വില ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പൈസ ഓഹരി വെക്കുമ്പോൾ ശരിയാവില്ല. എങ്ങനെ ശരിയാവില്ല അത്? അതുകൊണ്ട് ഈ ഒരു മൃഗത്തെ അറുക്കുമ്പോൾ ആ മൃഗത്തിന്റെ ഷെയർ ആരൊക്കെയാണെന്നുള്ളത് അവിടെ പ്രഖ്യാപിക്കണം. ഇന്നാളുടെ അങ്ങനെ വേറെ അറുക്കണം. അല്ലാതെ മൊത്തത്തിൽ ഒന്നിച്ച് സംഖ്യയാണ് വാങ്ങുക, എന്നിട്ടൊരു 10,000 പണ്ടത്തിനോട് വാങ്ങുക, എന്നിട്ട് എല്ലാവരും കൂടി അങ്ങനെ ഓരോന്നും നടത്തുക. എൻ്റെ ഒരു ഏതാ, അത് ഏതോ ഒന്നുണ്ട്, അയാളുടെ ഏതാണ്, അത് ഏതോ ഒന്നുണ്ട്. അങ്ങനെ പറ്റില്ല, ശരിയല്ല. അത് ആ കണക്ക് ശരിയാകണമെങ്കിൽ ഷെയർ ശരിയാണ്. അതിനല്ലേ ഇസ്ലാം ഇങ്ങനെ ഷെയർ കണക്കാക്കിയതൊക്കെ അതിനല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ മതിയായിരുന്നില്ലേ, എല്ലാവരും ഉളുഹിയ്യത്തിന് ഒരു 500 റുപ്യ എന്തെങ്കിലും സദക്ക കൊടുത്താൽ മതി, എന്നിട്ടൊരു മഹല്ല് ഒന്നിച്ച് നടത്താൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? അല്ലല്ലോ, അത് ഷെയർ കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇനി ഉളുഹിയ്യത്തിൻ്റെ മൃഗത്തിൽ നിന്ന് ഒന്നും വിൽക്കാൻ പാടില്ല. അതിൻ്റെ തോലോ മറ്റെന്തെങ്കിലോ വിൽക്കാൻ പാടില്ല.
പക്ഷെ തോല് ഫ്രീ കൊടുക്കാം, സദക്കയായിട്ട് കൊടുക്കാം, ഫ്രീ ആയിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ നാട്ടിലൊക്കെ ഈ തോല് സദക്ക കൊടുത്തപ്പോൾ ആരും വാങ്ങൂല. ഒരാൾക്ക് റോട്ടിൽ കൂടെ പോണ ഒരാൾക്ക് എനിക്ക് ഇതിൻ്റെ തോല് വേണമെന്ന് പറഞ്ഞാൽ ആരും വാങ്ങൂല, എനിക്ക് വേണ്ടെന്ന് അറിയാം. അപ്പോൾ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന ഒരു ഐഡിയ എന്താ വെച്ചാൽ അറക്കണ ആൾ തന്നെ അതിൻ്റെ തോല് പൈസക്ക് വാങ്ങും. ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ആ പൈസ എന്ത് ചെയ്യണം, അത് വേറെ സദക്ക കൊടുക്കണം, ചെയ്താൽ മതി. ആ പൈസ കൂലി കൂട്ടരുത്, കൂലി ചെലവ് വേറെ, ഇതിൻ്റെ അറുക്കാനും ഇതിൻ്റെ ശരിയാക്കാനുള്ള കൂലി വേറെ. എന്താ അങ്ങനെ പറയാൻ വെച്ചാൽ ഈ അറുക്കലും നന്നാക്കലും ഓഹരി വെക്കലൊക്കെ ഇപ്പോഴാണ് കൂലിക്ക് തുടങ്ങിയത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇതൊക്കെ ഫ്രീ ആണ്, എല്ലാവരും കൂടി ചെയ്യലാണ്. അതുകൊണ്ട് കൂലി കൊടുക്കേണ്ട ആവശ്യം അവിടെ ഇല്ല, അന്നതില്ല, കൂലിക്കണ പണിയല്ല. അതുകൊണ്ട് ഇപ്പോഴല്ലേ കൂലിക്ക് വന്നത്. പക്ഷെ കൂലി കൊടുക്കാൻ വിരോധമൊന്നുമില്ല, പക്ഷെ അത് ഇതിന്ന് ആവരുതെന്ന് മാത്രം. അത് വേറെ ഇതിൻ്റെ സാധനം വിറ്റുകൊണ്ടുള്ളത് കൂലി കൊടുക്കാൻ പാടില്ല. ആ പൈസ അഥവാ വിൽക്കുകയാണെങ്കിൽ തന്നെ, പൈസ കിട്ടുകയാണെങ്കിൽ തന്നെ അത് ഇന്നത്തെ സാഹചര്യത്തിലായതുകൊണ്ടാണ്. അല്ലാതെ ഒരാൾക്ക് അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, ഈ അറവുകാർക്ക് തന്നെ സദക്ക കൊടുക്കാം, അങ്ങനെ ചെയ്യാം. മനസ്സിലായില്ലേ? അഥവാ അത് വിറ്റിട്ട് അതിൻ്റെ ക്യാഷ് കിട്ടുകയാണെങ്കിൽ ആ പൈസ എന്ത് ചെയ്യണം, ഇതിലൊന്നും ഉപയോഗിക്കുന്നത് വേറെ സദക്ക കൊടുക്കണം, സദക്കയായിട്ട് പോകണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ ഉളുഹിയ്യത്തിൻ്റെ ഷെയർ കൂടുമ്പോൾ നമ്മൾ ഈ കുറിയുടെ നറുക്ക് കൂടുന്നത് പോലെ, ഒരു കുറി ആൾ തികഞ്ഞില്ലെങ്കിൽ അരനറുക്ക് ഒരാളും പിന്നെ അരനറുക്ക് അങ്ങനെ പറ്റില്ല. 6-7 വരെ ആവാൻ പാടുള്ളൂ, 6 ആളായി, ഇനി ഒരു ഷെയർ കൂടി ആവണ്ട. അപ്പോൾ ഒരാൾ പറയുന്ന പകുതി ഞാൻ കൂടാം, പകുതി എന്ന് പോലെ 2 ആളും പറ്റില്ല, ഒരാൾ തന്നെ അത് ഷെയർ വരണം, അതിൽ കുറയാൻ പാടില്ല. അതാണ് അതുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ വേറെ ചില ചിന്തകളൊക്കെ പുതുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. സമയത്തില്ലോ എത്ര 1 മിനിറ്റോ? ഞാൻ പുറപ്പെട്ടെന്ന് പറയാം. അതായത് എന്തിനാ ഇപ്പൊ ഈ ഇങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ വീട്ടിലും ഫ്രിഡ്ജിൽ ഇഷ്ടം പോലെ ഇറച്ചി ഉണ്ടാവുമല്ലോ, പിന്നെ എന്തിനാ ഇപ്പൊ അത് പറക്കണത്? ഇപ്പൊ എന്തിനാ ഉദയത്? അതൊക്കെ പഴയ കാലത്ത് പട്ടിനുള്ള കാലത്ത് തുടങ്ങിയതല്ലേ, എന്തിനാ ഇപ്പൊ ഉദയത്തെ അർത്ഥത്തിൽ ഇങ്ങനെ ഇതാക്കണത് എന്നൊക്കെ പറഞ്ഞ ചില പുതിയ ചിന്തകൾ വന്നിട്ടുണ്ട്. ശരിയല്ലത്, അത് ഇസ്ലാമിലൊരു ആരാധനയാണ്. അതേപോലെ തന്നെ ഈ മാംസം അറുത്തിട്ട് അത് എടുത്തു വെക്കാം എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. 6 മാസം വരെയൊക്കെ സഹാബികൾ ഇത് ഉണക്കി സൂക്ഷിച്ച് തിന്നിരുന്നു എന്നൊക്കെ. അത് അതിനുള്ളൊരു ബർക്കത്ത് കൊണ്ടാണ്, പോട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ പൈസ ഉളുഹിയ്യത്തിന് കൊടുക്കാതെ ആ പൈസ ഏതെങ്കിലും സ്റ്റേറ്റുകളിലൊക്കെ അയച്ചു കൊടുക്കുന്ന റിലീഫിന് അയച്ചു കൊടുത്തുകൂടെ എന്നൊക്കെ ഒരു ചിന്ത, അത് ശരിയല്ല. കാരണം അതാ കൊടുക്കുമ്പോൾ ഈ ഷെയറിന്റെ എണ്ണം ഷെയറിന്റെ ഇതൊക്കെ താളം തെറ്റും. അപ്പം അതുകൊണ്ട് അങ്ങനെ ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല, ഇതൊരു ഇബാദത്താണ്, അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒരു കുടുംബത്തിലെ പിതാവിന് ഒരു ബലി ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു 10,000 രൂപയാണ് ഒരു ആടിൻ്റെ വില എന്ന് വിചാരിക്കുക. പിതാവിൻ്റെ അടുത്ത് 8,000 രൂപയുള്ളൂ, ബാക്കി 2,000 രൂപ മകൻ കടം കൊടുത്തു വിചാരിക്കുക, ഒരു വീട്ടിൽ തന്നെയുള്ള. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ മകൻ അതിൽ ഷെയർ കൂടൂല. മകൻ വാപ്പാനെ സഹായിച്ചതിനുള്ള കൂലി കിട്ടും എന്നതല്ലാതെ ഇത് പിതാവിൻ്റെ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ പൈസ ഞാൻ കടം കൊടുത്തു എന്നതുകൊണ്ട് അല്ലെങ്കിൽ സഹായിച്ചു എന്നതുകൊണ്ട് ഷെയറിൽ കൂടൂല, മകൻ വേറെ ഇറക്കണം. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ഉളുഹിയ്യത്ത് ഇറക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല ഭാഗത്തും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതൊരു പെരുമയുടെ പൊങ്ങച്ചത്തിൻ്റെ ഭാഗമാകരുത്. ഞങ്ങളുടെ മഹലിൽ 20 മറുത്തു, അവിടെ 19 ആണെങ്കിൽ എന്നാൽ അടുത്ത കൊല്ലം നമുക്ക് 22 ആക്കണം. അങ്ങനെ ഒരു വാശിയുടെ ഇതൊന്നില്ല, ഒരു പൊങ്ങച്ചൊന്നിൽ പാടില്ല. ഇതൊരു ഇബാദത്താണ്. അല്ലാതെ അവിടെ 10 അറുത്തു അപ്പം ഇന്ന് നമുക്ക് അടുത്ത കൊല്ലം 11 അങ്ങനെ എൻ്റെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടെ വലിയ ഉരുക്കളോ ഒന്നിനെ കണ്ടാൽ തന്നെ ശരിക്കും ഒരു ആനക്കുട്ടിയുടെ വലുപ്പമുണ്ട്, അങ്ങനത്തെ അവിടെ അർത്ഥം. അപ്പം അതുകൊണ്ട് അടുത്ത കൊല്ലം നമുക്ക് അതിനേക്കാൾ വലുത് ഇവിടെ ഇറക്കണം. അങ്ങനെയുള്ള പൊങ്ങച്ചങ്ങളോ ഒന്നുമില്ല. അല്ല പറഞ്ഞത്, അതിൻ്റെ മാംസമോ രക്തമോ ഒന്നും പടച്ചോലിലേക്ക് എത്തൂല. നിങ്ങളുടെ തഖ്വ മനസ്സിൽ ഇത് ഇറക്കുമ്പോൾ ഈ ഷെയറിന് കൂടുമ്പോഴുള്ള ചിന്ത മാത്രമേ മനസ്സിലെത്തുകയുള്ളൂ എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. വളരെ വിശദീകരിക്കേണ്ട ഒരു കാര്യം ഞാൻ ഓടിച്ച് പറഞ്ഞു പോയതാണ്. ഇൻഷാ അല്ലാ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിലോ നേരിട്ടോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാ ഞാൻ അവസാനിപ്പിക്കുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നമ്മുടെ ഈ സംരംഭങ്ങൾ ഓരോന്നോരോന്നുള്ള സംരംഭങ്ങൾ വിജയിപ്പിക്കുമാറാകട്ടെ. എങ്ങനെ ജമാഅത്ത് മീൻസ് ഉദ്ദേശിച്ച കമ്മിറ്റിക്ക് പറ്റില്ല. ജമാഅത്തിന് നമ്മളത് സദക്ക ചെയ്യുക. സദക്ക ചെയ്യുന്നത് ഈ മാംസം ആർക്കാണ് വിതരണം ചെയ്യേണ്ടത്? പാവങ്ങൾക്കാണ്. അപ്പൊ തൊലി നമ്മൾ വിൽക്കാം, വിൽക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. വിൽക്കാന്ന് പറഞ്ഞാല് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് തൊലി കൊടുത്താലും ഇത് പീസാക്കി കൊടുത്താൽ ആരും വാങ്ങൂല, ഒന്നിച്ചു കൊടുത്താലും ആരും വാങ്ങൂല. അപ്പൊ ഒന്നിച്ചൊരാൾ എടുക്കുകയാണെങ്കിൽ എടുത്തോടെ, പക്ഷെ ആ പൈസ എന്ത് ചെയ്യണം? പാവങ്ങൾക്ക് സദക്ക ചെയ്യണം. നിർബന്ധമല്ല, പക്ഷെ അതിന്റെ പാവങ്ങൾക്കാണ് അത് കൊടുക്കേണ്ടത്. എല്ലാവർക്കും കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. അതിന്റെ ലക്ഷ്യം അതാണ്. സൂക്ഷിച്ചു വെക്കാം. 1/3 ഉപയോഗിക്കാന്ന് ഹദീസിലുണ്ട്. 1/1 വരെ അതിന്റെ ഷെയർ കൂടി ആൾക്ക് ഉപയോഗിക്കാം. 1/1 വരെ മാത്രമല്ല, അതിൽ നിന്ന് ഭക്ഷിക്കൽ സുന്നത്തും കൂടിയാണ്. നമ്മളതൊന്ന് ഭക്ഷിക്കണം. ആ ഉദ്ഹിയത്തിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കണം. അവിടെ ഒരു കാര്യം കൂടി പറയണ്ട, ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. ഒരാള് ഉദ്ഹിയത്ത് നേർച്ചയാക്കി എന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കണേ, ഒരാൾ ഉദ്ഹിയത്ത് ഇപ്പൊ ഞാൻ അടുത്ത കൊല്ലം ഒരു ഉദ്ഹിയത്ത് കൊടുക്കാൻ നേർച്ചയാക്കി. നേർച്ചയാകുമ്പോൾ വകുപ്പ് മാറിയിട്ടോ, ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് സദക്ക ചെയ്തിട്ട് തന്നെ കൊടുക്കണം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ക്ലാസ് അവിടെ അവസാനിച്ചു. ഇനി നമുക്ക് ചെറിയ ഒരു ചടങ്ങ് കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്താ ഇപ്പൊ തന്നെയല്ലേ? ഇപ്പോൾ തന്നെയല്ലേ? ഇപ്പൊ തന്നെയല്ലേ?